അപ്പോ ഇജിപ്പോ നനച്ചോണ്ടിക്ക്. അന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ തേങ്ങ ഒന്ന് പറക്കി കൂട്ടാൻ. തേങ്ങ പെറുക്കി കൂട്ടിക്കൊണ്ട് നിന്നാ മതിയോ? നമുക്ക് ഷാനുവിന്റെ പെണ്ണ് കാണാൻ പോണ്ടേ? അത് മറന്ന ഞാനത് മറന്ന്. ഞാൻ ഓളോടൊന്ന് റെഡിയാവാൻ പറഞ്ഞേ. അബ്ക പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഫോണ് വരുന്നുണ്ട്, എടുക്കല്ലേ? ഹലോ, വലൈക്കും സലാം. ആ, ഞങ്ങളിവിടെ അണ്ടത്തോടെ എത്താൻ അയക്കണ്. നീ കുറച്ചുകൂടി ഉള്ളൂ. ആ, ഇൻഷാ അല്ലാ അണ്ടത്തോടെ എത്തിയിട്ട് വിളിക്കാം. എടാ അബ്ദോ, അണ്ടത്തോടെത്തിയ ആ, എത്രയായി? കുറച്ച് കഴിഞ്ഞ് എത്തും. അണ്ടത്തോടെത്തിയ ഒന്ന് പറയട്ടാ. ആ ആ എന്റെ പഴയ ചെങ്ങായിന്റെ വീടുണ്ട് അവിടെ. ആ ആയിക്കോട്ടെ. നമ്മുടെ അംസാന്റെ ആ, ഞങ്ങള് ബോംബെയില് പണ്ട്, ഓർമ്മണ്ട്. ബോംബെയിൽ ഞങ്ങൾ എന്തായിരുന്നു ഒരു കാലത്ത്. അന്തേരിയിലും മാഹീമിലൊക്കെ ഞങ്ങള് കളിച്ചൊരു മതി ഇത്. എന്റെ പൊന്നിക്ക ഒന്ന് നിർത്തിങ്ങള്. ഏത് സമയം നോക്കിയാലും അനക്കൊക്കെ പറയാ. ഞങ്ങൾ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞതെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. എന്റെ അതോ വണ്ടി ഒന്ന് വിടാൻ നോക്ക്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ പെണ്ണെ കണ്ടിട്ട് വരണം. മൂപ്പരെ കഥയും കേട്ടിരുന്നാലേ നമ്മളിവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അണ്ടത്തോടെ എത്തിയാലേ ഈ ആരോടേലും ചോദിക്ക്, ആ. ആ ബോംബെ അംസക്കാന്റെ വീട് എവിടെയാണ്. ആ, ആയിക്കോട്ടെ. മോനെ, ആ? ബോംബെക്കാരെ അംസക്കാന്റെ വീട് എവിടെയാ? അത് ഈ ട്രെയിനിങ്ങിലെ ജസ്റ്റ് ഒന്നോട് പോയിട്ട് ആ രണ്ടാമത്തെ വീട് തന്നെ. ഓക്കെ ആ ഓക്കെ. ആ ശരി. അസ്സലാമലൈക്കും. അലൈക്കും സലാം. റബ്ബേ, ആരൊക്കെ വരുന്നു? യാ അല്ലാ, കോയമായി ഇतना साल हो गया यार, कितना साल हो गया यार. आओ आओ आओ. इरके इरके इरके. कैसे यार, कितना साल हो गया. എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖാടോ. ഞാനേ എന്റെ മോൻക്കേ ഷാനുവിന് ഒരു പെൺകാര്യം നോക്കിയിട്ടുണ്ട് ഇവിടുന്ന്. അത് ഈ ഭാഗത്ത് എവിടെയാണ്. അതിന് പോയപ്പോഴാ ഇക്ക എന്റെ കാര്യം ഓർമ്മ വന്ന്. तो अच्छा हो गया. അല്ല, ഇങ്ങള് രണ്ടാളും ഇങ്ങനെ ഹിന്ദിയും പറഞ്ഞോണ്ടിരുന്ന എന്റെ കാര്യം കഷ്ടത്തിലാവൂട്ടാ. ഞാൻ ഈ മാറഞ്ചേരിക്കാരിയാ. അല്ലെങ്കിൽ തന്നെ ഏത് സമയം ഹംസക്കാന്നും പാസിന്നും പറഞ്ഞോണ്ടിരിക്കാനേ മൂപ്പർക്ക് നേരുള്ളൂ. അസ്സലാമലൈക്കും. അലൈക്കും സലാം. അല്ലടോ, ഇതാരാ? നിന്റെ മോള് ആ ആ ഹംസക്കാക്ക് ഇത്രയും വലിയ കുട്ടി ഉണ്ടായിട്ടാണോ ഞങ്ങൾ ഈ നാട് മുഴുവനും തെരഞ്ഞെടുക്കണത്? അതന്നെ ഹംസ, ഞങ്ങൾക്ക് തന്നോടറോ എന്റെ മോളെ. എന്റെ മോളെ അകത്തേക്ക് പോ. മുഹമ്മദേ, അതെന്റെ മരുമോളാണ്. പക്ഷേ എനിക്കെന്റെ മോളെ പോലെ തന്നെയാണ്. ഇപ്പൊ ഈ ലോകത്ത് അവള് മാത്രമേ എനിക്കുള്ളൂ. അപ്പോ എന്റെ മോൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച അവനിവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിനിടക്ക് അവളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു. അതിനു മുമ്പ് പൊടച്ചോനെ അവനെ കൊണ്ടുപോയി. ഹംസേ, എന്നോട് പൊറുക്കണട്ടാ, ഇക്കൊന്നും അറിയില്ലായിരുന്നു. അതൊന്നും സാരില്ലടോ. നിനക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ? മോളെ ശർമ്മി. ഏയ് അതൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെയും കൂട്ടിയിട്ട് പിന്നൊരു ദിവസം വരാം. എന്താപ്പാ ഇപ്പൊ വിളിച്ചിരുന്നോ? ആ, ഞാനേ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. മോളെ,
നേരത്തെ അങ്ങനെ പറഞ്ഞാല് മോള് വിഷമിക്കൊന്നും വേണ്ടട്ടാ. ഏയ് ഇല്ലമ്മ, അതൊന്നും സാരല്ല. പോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഇതൊന്ന് അടിച്ചോട്ടെ. ഓ അതിനെന്താ കുഴപ്പം? ഷാനു, എന്തായി എൻ്റെ കല്യാണക്കാരൊക്കെ? അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകും. ഇത് കുഴപ്പമില്ല, ഇതെടുത്തോ. എന്നാ പോവാ. പോവല്ലോട്. ആ പോവാ. ഷർമി, ഷർമിക്ക് എന്നെ മനസ്സിലായോ? ഷാനു അല്ലേ? താങ്ക് ഗോഡ്. അപ്പൊ മറന്നിട്ടില്ല അല്ലേ? ഏയ്, +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോഴാ കാണുന്നത്. ഇപ്പൊ എന്തെയ്യുന്നു? അടിപൊളി. ഇവൻ എന്താ ചെയ്യുന്നെന്നോ? ഇവൻ അൽഷിഫ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ അല്ലേ? അല്ലടാ. ഹേയ്, അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഓ, ആ കല്യാണം? ഏയ് അല്ലല്ല, ഷാനുന്റെ ഒപ്പിയുമ്മൊക്കെ അതിന്റെ തെരച്ചിലാണ്. അല്ലടാ. അല്ല, ഷർമിയുടെ കല്യാണം? ഓ, കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കാ. ഹസ്ബൻഡ് 1 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഓ, ഐ എം സോറി. ഇപ്പോൾ ഇവിടെ പർച്ചേസിന് വന്നാണോ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു ബൊട്ടിക് ഷോപ്പ് ഉണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് പോരും. എന്നാ ശരി ഷാനു, പോട്ടെ. എന്തടത്? ആരടത്? അതൊന്നും പറയണ്ടടാ. ഞാൻ +2 പഠിക്കുമ്പോൾ ഒരുപാട് പിന്നാലെ നടന്നത്. പക്ഷെ ഓൾക്കൊന്നും എന്നോട് തോന്നിയിട്ടില്ല. ഓ, നൊസ്റ്റാൾജിയ. വാടാ. ഓളെ നിക്കാര പായയിലത്തറ് തൂകിയറങ്ക്, ഓളെ മൂത്തേ മക്കനയിൽ മൊഹബത്തൊഴുകണലങ്ക്, കിസയിലെഴുതിയ കസവ് തുന്നിയ കൊലുസണിഞ്ഞവളിവളോ, കിതാബിന്നോലക്കൂട്ടിനുള്ളിലെ പീലിത്തുഞ്ചാൽ കൊത്തിയ നാമമതിവളോ, ഓളെ സുറുമ ചാലിച്ച കണ്ണിണക്കെന്തൊരു ചേര്, ഓളെ തട്ടം മാറ്റുമ്പം റബ്ബേ കാണണ കോള്, ഓളെ നിക്കാര പായയിലത്തറ് തൂകിയറങ്ക്, ഓളെ മോത്തേ മക്കനയിൽ മൊഹബത്തൊഴുകണലങ്ക്. വാലിട്ടെഴുതിയതാ മിഴിക്കോണിൽ സുബർക്ക കൊതി, താളത്തിലോളം തള്ളും നിറമാറോരം മധുരക്കനി, ലോലാക്ക് തുള്ളും കാതിൽ ഹൽവത്തേനൊഴുകും ചുണ്ടിൽ മേലാകെ കുളിരും കനവിൻ തുണ്ടോ, കാക്കൂന്തൽ മുത്തം വയ്ക്കും കരിവണ്ടും വട്ടം വയ്ക്കും കണ്ണാടി കണ്ണിൽ കണ്ട പെണ്ണോ, ഓളെ നിക്കാര പായയിലത്തറ് തൂകിയറങ്ക്, ഓളെ മോത്തേ മക്കനയിൽ മൊഹബത്തൊഴുകണലങ്ക്. ഷർമി, ഒന്നിവിടെ വന്നേ.
അല്ല ആരാത്? അസ്സലാമലൈക്കും. വാലൈക്കും സലാം. വാ വാ കേറ്. ഹംസ വാ. ആമേ ആരെ വന്നിക്കണം നോക്കിയേ. അംസ അങ്ങോട്ട് ആരപ്പത്? അംസക്ക് ഇരിക്കും. അല്ല മോളെ കൊണ്ടുവന്നില്ല നിങ്ങള്? ഇല്ല, ഓളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി കൂടിയാ ഞാൻ വന്നത്. അതെന്തായിരുന്നു? അല്ല, മോന്റെ കല്യാണം എന്തെങ്കിലും? ഒന്നും ശരിയായിട്ടില്ല അംസക്ക. ഇപ്പത്തെ കുട്ടികളെ കാര്യല്ലേ, അതങ്ങനെ കിടക്കുക. എന്റെ സ്ഥിതി ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ. ഓൾക്കും ആലോചന ഒക്കെ കുറെ വരണുണ്ട്. അല്ല ഓള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓളെ വീട്ടുകാരല്ലേ നോക്കണ്ടേ ഹംസ? നീ എന്തിനാ വെറുതെ? മുഹമ്മദേ, ഓളൊരു എത്തീൻകുട്ടിയാണ്. എൻ്റെ മോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു എത്തീൻകുട്ടിനെ കല്യാണം കഴിക്കാന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഓളെനിക്ക് മരുവോളല്ല, മോള് തന്നെയാണ്. അറിയാതെ ആണെങ്കിലും അന്ന് നിങ്ങൾ വന്നപ്പോൾ എൻ്റെ മോളെ നിങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്, ഏറ്റെടുക്കുവോ എൻ്റെ മോളെ? ഹംസ പറഞ്ഞു വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എൻ്റെ മോൾക്ക് ആലോചന ഒരുപാട് വരുന്നുണ്ട്. ഒരു രണ്ടാം കെട്ട് എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് സ്വർണം മുതലൊക്കെയാണ്. എനിക്കിപ്പോഴുള്ള എല്ലാ സ്വത്തും എൻ്റെ മോൾക്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ്, അവരൊക്കെ സ്നേഹിക്കുന്നത് എൻ്റെ മോളെ അല്ല, പണത്തിന് വേണ്ടി മാത്രമാണ്. അംസക്ക ഞങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. സത്യം പറഞ്ഞാ ഞങ്ങൾ ഇക്കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. പിന്നെ ഇപ്പൊ മോളെ എത്തിമാന്നും കൂടി അറിഞ്ഞപ്പോ ഇനി ഒന്നും ഞങ്ങക്ക് നോക്കാനില്ല. എന്റെ മോനൊരു എത്തിൻകുട്ടിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാല് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. യാ അല്ലാ, നീ വലിയവനാണ്. ഈ ഒന്നും കൊണ്ടും ബേജാറാവണ്ട ഹംസ. അടുത്ത ദിവസം തന്നെ മോനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തേ? പിന്നെ അല്ലാണ്ട് അല്ല, ഞാനിപ്പോൾ കുറേ ദിവസമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ ഈ മാളില്. എൻ്റെ നിനക്ക് ഈ മാൾ ഇഷ്ടപ്പെട്ടില്ല? മാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിനക്കിഷ്ടപ്പെട്ടത് മാളാണോ അതോ? നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. അവൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. അവളല്ല പറഞ്ഞത് അവളുടെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു എന്നൊക്കെ. നീ എന്താ ഉദ്ദേശിക്കണേ? ഒരു രണ്ടാം കെട്ട് ഏരിയ? ഒന്ന് നിർത്തടാ. കല്യാണം കഴിഞ്ഞ് ആകെ 10-20 ദിവസം അവൾ ഒരുമിച്ച് താമസിച്ചേ. അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്നാ നീ അവളോട് കാര്യം പറ. പറയാല്ലേ? ഇന്ന് വേണ്ട, നമുക്ക് നാളെ പറയാം. മോളവിടെ ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിങ്ങൾ കഴിച്ചോളിപ്പാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. അല്ല, ഇവിടെ ഇരിക്ക്, ഒരു കാര്യം പറയാണ്ട്. എന്താ ഉപ്പാ? കുറച്ച് ദിവസം മുമ്പ് ഉപ്പാടെ ഒരു കൂട്ടുകാരനും ഭാര്യയും ഇവിടെ വന്നിരുന്നു. മോൾക്ക് ഓർമ്മ ഉണ്ടാ? ആ, ഓർമ്മയുണ്ട്. അവരെ മോനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അവർക്ക്. മോമേനെ പണ്ട് മുതൽക്കേ എനിക്കറിയാം. അവൻ നല്ലോനാ, അവൻ്റെ ചോരല്ലേ, അവൻ നല്ല പയ്യനായിരിക്കും. അവൻ നിന്നെ ജീവിതകാലം മുഴുവൻ നോക്കും. ആ, അപ്പൊ പിന്നെ വേഗം ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള പരിപാടിയാ അല്ലേ? ഇക്ക് എങ്ങോട്ടും പോണ്ടപ്പാ, പാനി നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ മതി. അതല്ല മോളെ, ഉപ്പാക്ക് വയസ്സ് കൂടി വരല്ലേ. മോളെ ഒരു നല്ലൊരാളുടെ കയ്യിലേൽപ്പിച്ചിട്ട് വേണം ഉപ്പാക്ക് കണ്ണടക്കാൻ. അതുകൊണ്ട് ഒരു അടുത്ത ദിവസം ഇവിടെ വരും. മോള് മറുത്തൊന്നും പറയരുത്. ശരിപ്പാ. നീ നാളെ നീ ലോട്ടറിക്കാർ പറയുന്നത് പോലെ പറഞ്ഞു നിൽക്കാതെ നിന്റെ ഉള്ളിലുള്ള കാര്യം അവളോട് പോയി തുറന്നു പറയാൻ നോക്കടാ. എടാ, എനിക്ക് അവളോട് പറയാൻ വല്ലാത്തൊരു ചമ്മല്. നീ ഒന്ന് അവളോട് പോയി പറയാം. അടിപൊളി, നീയൊക്കെ ഒരു ഡോക്ടറാണോടാ. ഞാൻ പോയി പറഞ്ഞോളാം. ആ, നിങ്ങളിപ്പോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ, ഡെയിലി വരാറുണ്ടോ ഇവിടെ? ഏയ് ഇല്ലല്ല, ഷാനു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ റിലാക്സേഷൻ കൊണ്ട് വല്ലപ്പോഴും വരാറുണ്ട്.
അത് ശരി. പിന്നെ ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ, അതെന്തായിരുന്നു? +2 കാലം മുതൽ ഷാനുവിന് ഷെർമി ഇഷ്ടമായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ അവന് ധൈര്യമില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവന് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്. അവന് നിന്നെ നിക്കാഹ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഷാനു, ഉപ്പ ആരാ ഉമ്മ ആരാന്നറിയാതെ ഒരു ഓർഫനേജിൽ വളർന്നവളായിരുന്നു ഞാൻ. എൻ്റെ ഹാരിസ്കന്നെ വിവാഹം കഴിച്ചതോടെ അതൊക്കെ മാറ്റി അതൊക്കെ വീണ്ടെടുത്തവളായി ഞാൻ മാറി. പക്ഷെ പെട്ടെന്ന് തന്നെ എൻ്റെ ഹാരിസ്ഖാനെ പഠിച്ചോൻ തിരിച്ചു വിളിച്ചു. അതിനുശേഷം എന്നൊരു സ്വന്തം മോളെ പോലെ നോക്കിയ ഹാരിസ്ഖാൻ്റെ ഉപ്പ, അല്ല എൻ്റെ ഉപ്പ, ഇന്നലെ മറ്റൊരാളുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നീ പറ, ഞാൻ എന്താ ചെയ്യാ? ഓക്കെ, ഞാൻ പോട്ടെ. കല്യാണം വിളിക്കും. രണ്ടാളും എന്തായാലും വരണം. ശരിയടാ. സാരല്ലടാ. എന്തായാലും നമുക്കൊന്ന് സംസാരിക്കണം. കാലത്രായിപ്പോ ഇത്ര വയസ്സായില്ലോന്. ആ, ജിന്ന നേരത്തെ കാലത്ത് വന്നിട്ടുണ്ടല്ലോ. എന്താടാ, എന്താ എന്റെ മുഖത്തിനൊരു വാട്ടം? ഒന്നുമില്ലമ്മ. പറയ്, ഇപ്പൊ ചോദിക്ക്. മോനെ, ഇവിടെ വായോ, എന്നോടൊരു കാര്യം പറയട്ടാ. മോനെ, ഇപ്പൊ എൻ്റെ ആ കൂട്ടുകാരനില്ലേ ബോംബെത്തെ, ഞങ്ങൾ ഇന്നാള് കണ്ടെന്ന് അറിഞ്ഞില്ലേ? ആ, ദുബായിൽ വെച്ച് ആക്സിഡന്റ് ആയ. ആ, എന്നെ ഓന്റെ ഭാര്യ എന്നെ കാണാൻ നല്ല സുന്ദരിക്കുട്ടിയാ. എടാ, പോരാത്തതിനത് എത്തിയുമോണ്. നമുക്ക് അക്കാര്യം ഒന്ന് ആലോചിച്ചാലോ? അതെ, എനിക്കിപ്പോ പെണ്ണും പെടുക്കോയിന്ന് വേണ്ട. ആവുമ്പോ ഞാൻ പറയുന്നുണ്ട്. എടേ, ഓനക്ക് എന്താ പറ്റിയേ? ഓൻ സമ്മതിക്കൂലേ? എൻ്റെ റബ്ബേ, ആ അംസയോട് ഞാൻ എന്താ പറയാ? നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കെ, ഒക്കെ ശരിയാവും. നമ്മുടെ മോനല്ലേ ഓന്, എല്ലാം ശരിയാക്കാം. നിങ്ങൾ വെറുതെ വേചാറാവണ്ട. മോനെ, ഉമ്മാക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ഞാൻ +2 പഠിക്കുമ്പോൾ ആ, ഒരു എത്തിയുമായ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, ആ. ഞാൻ അവളെ വീണ്ടും കണ്ടിരുന്നു അമ്മ. എന്നിട്ടെന്ത്, അവളുടെ കല്യാണം വേറെ ആളുമായിട്ട് ഉറപ്പിച്ചു. അടിപൊളി. അപ്പൊ അതാണ് എന്റെ മോന്തൊക്കെ ഒരു കേറ്റല്ലേ? ഉമ്മ, എനിക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നു അവളെ. ആ, അത് വിട്. ഉപ്പാനോട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞേക്ക്. അംസാക്കൻ്റെ വീട്ടിലേക്ക് നമുക്ക് നാളെ തന്നെ പോവാം. സന്തോഷമായില്ലേ? സന്തോഷായി. ഓക്കെ. മോളെ ഷർമി, നോക്ക്. എന്താണ്? പറയാം. എന്താണ്? അടച്ചോനെ, ഓനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ? ഉമ്മ, എന്താടാ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു +2 കാരി പെണ്ണിനെ പറ്റി? ആ, അത് ഇവിടാണ് ഉമ്മ. ഈ കുട്ടിയാ? ആ, ഓളെ നിക്കാര പായയിലത്തറ് തൂകിയ രംഗ്, ഓളെ മോത്തേ മക്കനയിൽ മുഹബത്തൊഴുകണ ലങ്ക്.